ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു BMW X2 ആണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, സർവീസ് നമ്മൾ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ സർവീസ് ചെയ്തിട്ടില്ലെങ്കിലും അതേമാതിരി തന്നെ ബ്രേക്ക് സർവീസ് ചെയ്തിട്ടില്ലെങ്കിലും വാണിംഗ് വരുന്നു എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ ഈ മോഡൽ വാഹനങ്ങൾക്ക് ട്രാൻസ്മിഷൻ ഓയിൽ മാറിയിട്ടില്ലെങ്കിലും അതിൻ്റെ അകത്ത് വാണിംഗ് വരുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് ട്രാൻസ്മിഷൻ ഓയിൽ മാറുന്നതിന് വേണ്ടിയിട്ടും അതേമാതിരി തന്നെ അതിൻ്റെ വാണിംഗും കൂടി ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ വാണിംഗ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതേമാതിരി തന്നെ എത്ര കിലോമീറ്ററിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് സാധാരണ സർവീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ വെഹിക്കിൾ ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സർവീസ് ഡ്യൂ ഉള്ളതായിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ വാണിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് ഇവിടെയാണ് എഞ്ചിൻ ഓയിലിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് നോർമലായിട്ട് ഈ വാണിങ്ങും കാര്യങ്ങളും വരത്തില്ല. നമ്മുടെ ചെക്ക് കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ റിക്വയർഡ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രാൻസ്മിഷൻ ഓയിൽ മാറി അതിൻ്റെ കാലിബ്രേഷനും കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇടുന്നതാണ്. ഒന്ന് ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ ഇടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏകദേശം 1,00,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ 1,00,000 കിലോമീറ്ററിലാണ് ആദ്യമായിട്ട് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ മാറാൻ പോകുന്നത്. ഇനി ഈ വാണിംഗ് നിങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാഹനം സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും സെൻട്രൽ ഡിസ്പ്ലേയിലോ വാണിംഗ് വരുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന നല്ല വർക്ക്ഷോപ്പാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത്. കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.